ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഉള്ളി വാട്ടിയതിലുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് അതിനനുസരിച്ച് കുറച്ച് മതിയാവും. നമ്മൾ ഇടുന്നത് കറക്റ്റ് ആയിരിക്കും, ഒരു കൂടുതലോ കുറവോ വരത്തില്ല. കൈ കണക്ക് അത് ഇതിപ്പോൾ പോത്ത് റോസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ പോത്ത് റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പുതിനയും മല്ലിയും കൂടി കൊത്തി അറിഞ്ഞത് അങ്ങ് അതിൽ ചെയ്ത് ഈ സാധനം ഇതിൽ ഒരുപാടായാലും നല്ലതേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സംസാരം നല്ല രസമല്ലേ. അപ്പോൾ ഇത് പോത്ത് റോസ്റ്റും ആയി കഴിഞ്ഞു. ഇത് ഇനി അണക്കുകയാണ്. നമ്മുടെ പോത്ത് റോസ്റ്റും ആയിട്ടുണ്ട്, ചിക്കൻ ചുക്കയും ആയിട്ടുണ്ട്. ഇത് രണ്ടും ആയിട്ടുണ്ട്. അപ്പിക്ക എന്തായാലും കൈ വിളിച്ചല്ലേ, തന്നൂടെ വേണം കഴിക്കാം. ഓ എന്തിനു വൈകിക്കുന്നു? നമുക്ക് ഇതിന്റെ കൂടെ എന്താ കഴിക്കാം? പത്തിരി ഇഷ്ടമുള്ളതാണ്. പത്തിരി മതി. പത്തിരി ബെസ്റ്റാണ്. അതുപോലെ അപ്പോൾ നമ്മുടെ എല്ലാം ഉണ്ടായി കഴിഞ്ഞു അല്ലേ. നമ്മുടെ ചിക്കൻ ചുക്കയും പോത്തിറച്ചി റോസ്റ്റും, പോത്തിറച്ചി റോസ്റ്റ് ചെയ്തത് അതും ഉണ്ടാക്കി കഴിഞ്ഞു. ചിക്കൻ നമ്മളത് ഫ്രൈ ചെയ്ത് ചുക്കാക്കി കഴിഞ്ഞു. രണ്ടും റെഡിയാണ്. നമുക്ക് ഇനി അതിൻ്റെ കൂടെ പത്തിരിയായിട്ട് പിടിക്കാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 2 വർഷമായല്ലോ തുടങ്ങിയിട്ട്. ഇതിന് നമ്മുടെ തന്നെ നമ്മുടെ ബ്രാഞ്ചസിന് വേറെ എവിടെയെങ്കിലും തുടങ്ങാൻ വല്ലതുണ്ടോ? ബ്രാഞ്ച് തുടങ്ങാനുള്ള ഒരു ഇതില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു, വെൽക്കം പറഞ്ഞു. യെസ്. അപ്പോൾ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാൻ എന്തെങ്കിലും? പുതിയ ബ്രാഞ്ച് ഒന്നും തുടങ്ങാൻ ഇത് കൂടാതെ ഞങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ തുടങ്ങാൻ ഞങ്ങൾ കാറ്ററിംഗ് ആണ്. കാറ്ററിംഗ് എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാറ്ററിംഗ് ആണ് മെയിൻ. അത് ഇത് കഴിച്ചു വാങ്ങിക്കോളൂ. കഴിച്ചോളൂ. സഹായിക്കാം, കുറച്ച് കഴിച്ച് സഹായിക്കാൻ പറ്റുമെന്ന് തോന്നല്ല ഇവിടെ. മതിക്കാം, ഞാൻ ബാക്കി എടുത്തോ, പൊതിഞ്ഞെടുത്തോ. അപ്പോൾ ഞാൻ നമ്മുടെ ബീഫ് ബീഫ് എന്ന് പറഞ്ഞാൽ ഒരു സുഖം കിട്ടില്ല. പോത്തിറച്ചി റോസ്റ്റ് ചെയ്തത് അങ്ങനെ കഴിക്കാൻ പോകും. ആയിക്കാം. അപ്പോൾ ബാക്കി നമ്മുടെ ഇത് പുതിയ ബ്രാഞ്ചിൻ്റെ കാര്യം. പുതിയ ബ്രാഞ്ച് ഇല്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് കാറ്ററിംഗ്. ഇപ്പം കാറ്ററിംഗ് നമുക്ക് ഇത് സമയമില്ല. ഇനി വേറൊരു ബ്രാഞ്ചും കൂടെ തുടങ്ങാനുള്ള സമയം നമുക്കില്ല. നമുക്ക് ഇത് തന്നെ ഭയങ്കര സമയം കുറവാണ്. ആ ഒരു ഉള്ളി ചേർത്തില്ലേ, വയറ്റി ചേർത്തൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടും. അല്ല, ഉള്ളി വാട്ടിയത് അത് പ്രത്യേക സാധനം. ഉള്ളി വാട്ടുമ്പോൾ അതിൻ്റെതായ ഇൻഗ്രീഡിയൻസ്, എല്ലാ ഇൻഗ്രീഡിയൻസ് അതിലുണ്ട്. അല്ല, ചുക്ക ഞാൻ ഒരു ചുക്ക ഇവിടെ ഇത് ഒരുമിച്ച് അങ്ങ് ഇട്ടാൽ അതാ ഓരോന്നോരോന്നായിട്ട് ഗ്രേവിയാ പീസാ ചോദിക്കുന്നത്? നമ്മുടെ കട്ട ഗ്രേവി അല്ല, ഗ്രേവി അല്ല, പീസും ചോദിച്ചു. ഓക്കെ. അപ്പോൾ നമ്മുടെ ചുക്കയുടെ ഗ്രേവി, ചുക്കയും പത്തിരിയോ ആ വറുത്തതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാറുണ്ട്. ഫ്രൈ ചെയ്തല്ലേ അത് ഉണ്ടാക്കുന്നത്. അതിൻ്റെതായ ആ ടേസ്റ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പക്ഷേ ഡബിൾ മസാല. ആ ഫ്രൈ കഴിക്കുന്നതിൻ്റെ ആ രുചിയുമല്ല, ഡബിൾ മസാലയാണ് അതിൽ വരുന്നത്. ആദ്യം ഫ്രൈ എല്ലാം നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ അതിൽ വരുന്നുണ്ട്. ഈ ഫ്രൈയിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ചുക്ക അടിക്കുന്നത്. ആ ഒരു മല്ലിയില കടിക്കുമ്പോൾ അതും കൂടി സ്പ്രെഡ് ആവുന്നുണ്ട്. മല്ലിയില മാത്രമല്ല, അതിൽ പുതിനയുണ്ട്. കടിച്ചോളൂ. നമ്മുടെ ആ പൊടിയുടെ ഫ്ലേവറായിട്ട് ഈ ഒരു ഗ്രേവി കിട്ടുന്നുണ്ട്. ആ ചുക്ക അടിക്കുമ്പോൾ ഡ്രൈയാണ്. ചിക്കൻ കറി പോലെ നമ്മൾ അതിനകത്ത് ഗ്രേവി ഉണ്ടാവത്തില്ല, എല്ലാം ഒരു ഡ്രൈയാണ് ചുക്ക അടിക്കുമ്പോൾ. നമ്മുടെ കറക്റ്റ് സ്ഥലം ഒന്ന് പറയാമോ? സ്ഥലം ഇത് സെക്രട്ടേറിയറ്റിൽ നിന്നും പുളിമൂട്ടി ജംഗ്ഷൻ. അത് ഇന്ന് അമ്പുജവിലാസ് റോഡ്, നമ്മൾ വഞ്ചൂര് പോകുന്ന ഷോർട്ട് കട്ട് റോഡ്. എല്ലാ റൂട്ടും പോകാനുള്ള ഏറ്റവും വലിയൊരു ഷോർട്ട് കട്ട് റോഡായത് അമ്പുജവിലാസം റോഡ്. ഇവിടെ വേണോ പോകാം. ഈ റോഡിൽ കയറി കഴിഞ്ഞാൽ ഈ റോഡ് താഴെ ഉപ്പളംമുണ്ട് പാലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണോ പോവാം. അതാ ഈ റോഡിന്റെ പ്രത്യേകത. അമ്പുജവിലാസം റോഡ് അവിടെ അത് വഞ്ചൂരോട്ട് പോകുന്ന റോഡ്. ലാലേട്ടൻ ഈ റോഡ് അറിയാലോ. ലാലേട്ടന് പണ്ട് മുതലേ ലാലേട്ടൻ ഇപ്പോഴും താമസിക്കാൻ വരുന്ന ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ട്, ഹോട്ടൽ ഗീത്. അതിപ്പോൾ പേര് മാറി ക്യാപിറ്റലായി. പണ്ട് മുതലേ ചതുരംഗം ഷൂട്ടിംഗ് എല്ലാം പുള്ളി ഇവിടെ വെച്ചാണ് ചെയ്തത്. ഇത് കംപ്ലീറ്റ് ഷൂട്ടിംഗ് തിരുവനന്തപുരത്തായിരുന്നല്ലോ. ആ ലാസ്റ്റ് ആ കോട്ടയത്തിൻ്റെ കഥ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഷൂട്ടിംഗ് തിരുവനന്തപുരത്തായിരുന്നു. അപ്പം ആ ഷൂട്ടിങ്ങിൻ്റെ ഫുൾ സമയത്തും പുള്ളി ഹോട്ടൽ ഗീതിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം, ഞാൻ അപ്പുറത്തൊരു കടയിൽ, ജ്യൂസ് കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. അത് 2003 ആ സിനിമ ഷൂട്ട് ചെയ്യണ സമയം. അതില് അഭിനയിച്ചിരുന്ന അനൂപില്ലേ, ആ ജഗദീഷും അനൂപും മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. പുള്ളിക്കാരൻ ഡെയിലി കടയിൽ വരും. കടയിൽ വരുമ്പോൾ ഞാൻ കടയുടെ ബാക്ക് സൈഡിൽ കംപ്ലീറ്റും പോസ്റ്ററൊക്കെ ഒട്ടിച്ച്, കിരീടത്തിലെ സീനുകളും ഈ നരസിംഹത്തിലതും ഇതെല്ലാം ബാക്കിലൊക്കെ ഒട്ടിച്ച് ഇത് പുള്ളിയായിട്ട് ഞാൻ ഭയങ്കര സംസാരമാണ് ഈ ഇതിനെ പറ്റി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെന്ന് പുള്ളി പറയുകയും ചെയ്യും ഇതിനെ പറ്റിയൊക്കെ.
ഇങ്ങനെ ഒരു ഫാൻസ് നിങ്ങളെ തൊട്ടടുത്തൊരു പയ്യനുണ്ട്. അപ്പൊ അത് കണ്ടിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹം അന്ന് വിളിപ്പിച്ചു വരും. ആ അനുവിനിട്ട് പയ്യനെ വിളിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നത് എനിക്കൊരു അങ്ങനെ ഒരു ഇതുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അനൂപ് ചെന്ന് പറയുകയും ചെയ്ത് പുള്ളി അപ്പോഴേ ഫ്രീ ആണല്ലോ രാത്രി. അവരെപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന ലാലോലസ് ഉണ്ട്, മോഹൻലാലുണ്ട്. 211 മോഹൻലാൽ, 212 ലാലേട്ടായി, ഇതെല്ലാം അപ്പോഴുണ്ടായിരുന്നു. അവർ രാത്രി അവർ ഫ്രീയാണ് 10 മണി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് ഡെയിലി പുള്ളി ഡെയിലി കടയിൽ വരും. ഈ കട കഴിഞ്ഞിട്ടാണ് ഗീതിൽ പോകുന്നത്. ഹോട്ടൽ ഗീതിലായിട്ട് പോകണമെങ്കിൽ ലാലേട്ടൻ എപ്പോഴും എന്ത് ഫംഗ്ഷനും അവിടെ വരുന്നതാണ് ഗീത് ഹോട്ടലിൽ. അദ്ദേഹത്തിന് അറിയാം. ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷനിൽ ഗീത് ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ കഥകൾ കുറേ ഉണ്ട്, ഭക്ഷണം കുറേ ഉണ്ട്. ഭക്ഷണം മാത്രമല്ല ബാക്കി എല്ലാം ഉണ്ട് ഇവിടെ. വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ എനിക്ക് ചുക്ക നല്ല രീതിയിൽ, അതിൻ്റെ ഗ്രേവി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എനിക്ക്, സീരിയസ്ലി. അപ്പോൾ അത് കണ്ടല്ല, നല്ല ചിക്കൻ ചുക്കയും പോത്തിറച്ചിയും പോത്തിറച്ചി റോസ്റ്റ്. അല്ല, ഞാനിപ്പോൾ തീർക്കും ബാക്കി. അല്ല, ഈ സംസാരിച്ചതിലാണ് ഇച്ചിരി ദേഷ്യം എൻ്റെ അടുത്തുണ്ട്. ഇത് ബ്ലോക്ക് ചെയ്തേല്. അപ്പോൾ കണ്ടല്ലോ, നല്ല സൂപ്പർ സാധനം. ഇവിടെ വന്നാൽ കഴിക്കുകയും ചെയ്യാം, ടേക്ക് പാഴ്സൽ എടുക്കുകയും ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഇനി ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് കുറെ കാണേണ്ടിയിരിക്കുന്നു. ഇത് എന്നെ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഇപ്പൊ കണ്ടല്ലോ, നല്ല ഹാപ്പി ആയിട്ട് ഇക്ക ഉണ്ടെങ്കിൽ സംസാരിച്ചിരുന്നെങ്കിൽ സമയം പോണോ അറിയില്ല, കഴിച്ച് തീർന്നോ അറിയില്ല. കാരണം നല്ല രുചിയുമാണ്. ചുമ്മാ താങ്ക് യു ഇക്ക, വളരെ നന്ദിയുണ്ട്. ഈ ഒരു നല്ലൊരു ഹാപ്പി മൂഡായിരുന്നല്ലോ നമുക്ക്, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം.